ഗായ്സ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ 500K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ നടത്താമെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ കേക്ക് ആൻഡ് കഫേ വന്ന് കേക്കൊക്കെ മേടിച്ച് നേരെ നമ്മൾ വെള്ളനാതുരം ബീച്ചിലോട്ട് പോവുകയാണ്. വെള്ളനാതുരം ബീച്ചിലെത്തിയപ്പോഴാണെങ്കിൽ അവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞായിരുന്നു. കാരണം കുറച്ച് ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. പണ്ട് ഞങ്ങൾ റീലെടുക്കാൻ വരുന്നതൊക്കെ അല്ല ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായി. പണ്ടൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ഡാൻസ് കളിക്കാനൊന്നും ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴി താണ്ട് ഇവൻ എന്തായി ഇവിടെ ഇരിക്കുന്നത്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അവനാണെങ്കിൽ നല്ല വൃത്തിക്ക് ഇണങ്ങിയിരിക്കുന്നു. നമ്മൾ ചെന്ന് ടച്ച് ചെയ്യാൻ വായിച്ചപ്പോഴൊന്നും വലുതായിട്ട് ഓടുന്നതൊന്നുമില്ല, അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ആൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം പുള്ളിയായിട്ട് നിന്ന് കളിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഞാൻ സെലിബ്രേഷൻ ചെയ്യാൻ വന്നേല്ലോ എന്ന്. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ കേക്ക് കട്ടിങ് ആഘോഷം അങ്ങോട്ട് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ 500K ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദാണ്ട് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടിക്കാൻ പോകുന്നത്. പക്ഷെ അത് എത്ര പൊട്ടിക്കാൻ നോക്കിയിട്ടും അത് പൊട്ടുന്നില്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഫെയിലായി പോയെന്ന് തന്നെ പറയാം. അത് പൊട്ടിയില്ല. പിന്നെ നമ്മൾ പൊട്ടിക്കാതെ ഏട്ടൻ്റെ കൈ കൊടുത്ത്. എന്നാൽ ഏട്ടനെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പം അതും പറ്റിയില്ല. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ ആ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഭയങ്കര എന്തോ ഒരു കാമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. ആ കടലിൻ്റെ ബീച്ച് സൈഡിൽ നിന്ന് ഞാൻ പിന്നെ എന്നിട്ട് ട്രൈ ചെയ്യുകയാണ്, പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കേക്ക് കട്ട് ചെയ്ത ഫസ്റ്റ് പീസ് നിങ്ങൾക്കുള്ളതാണ് ഗൈസ്. കാരണം നിങ്ങൾ കാരണം മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. നിങ്ങളുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടം വരെ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പം ഇനിയും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് അവിടെ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളപ്പോൾ അവർക്കെല്ലാം കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കും എല്ലാവർക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ വീട്ടിൽ നമ്മുടെ 1Kയുടെ സെലിബ്രേഷനും അതുപോലെ 100Kയുടെ സെലിബ്രേഷനും വീട്ടിലായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അങ്ങനെ അവരുടെ കൂടി നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്ത് ഗൈസ്. അങ്ങനെ ഞാൻ കേക്ക് പകുതി മുക്കാലും അവിടെ തന്നെ കട്ട് ചെയ്ത് തീർത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. പക്ഷേ എന്തോ എനിക്കറിയില്ല ഗൈസ്, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആരുടെയാണ് ബർത്ത്ഡേ, എന്തുവാണ് വിശേഷം, അതൊക്കെ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ 5 ലക്ഷം സബ്സ്ക്രൈബർ ആയതിൻ്റെ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ താണ്ട് ഈ ഒരു പുള്ളിക്കാരൻ അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞ് എന്താ ചാനലിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സിമ്പിൾ ശ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ പറയാം ചെറിയ സ്ത്രീകളുടെ സന്തോഷമെന്ന്, അങ്ങനെ എന്താ പുള്ളി പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കേക്കൊക്കെ മേടിച്ച് കഴിച്ച് ഞാൻ ഫുള്ളും അവിടെയുള്ള എല്ലാവർക്കും നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ സൈഡിൽ കൂടെ വന്നവർക്കെല്ലാം അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്തു. അങ്ങനെ ഈ ഒരു സെലിബ്രേഷൻ അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഗൈസ്. നിങ്ങൾ കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു 500K വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഗൈസ്. അങ്ങനെ നമ്മൾ കേക്ക് ദണ്ട് ഇത്ര ആക്കിയിരിക്കുകയാണ് ഗൈസ്. ഇത് മൊത്തം തീർത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഹണി പറയുന്നത് കേക്കൊക്കെ വരുവാൻ നമ്മൾ കാലി ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേനും ഹണി പറഞ്ഞു എന്തായാലും ബീച്ച് സൈഡിൽ വന്നല്ലയോ, എനിക്കൊന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചുമ്മാതെ സത്യം പറഞ്ഞ ഒരു ഡാൻസ് കളിച്ച്. സത്യം പറഞ്ഞാൽ ഈ സന്തോഷത്തിനകത്ത് ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ ഏട്ടനാണെങ്കിൽ ഇത് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഇത് പൊട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടിയില്ല, അല്ലാതെ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടി. പിന്നെ ഇതിനകത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ മണ്ടയ്ക്കോട്ട് എറിഞ്ഞ് ഞങ്ങൾ കളിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല ഭൂമിയിലാണ് വന്നത്. ഹണി അങ്ങനെ ഫ്രൈ റൈസും അമ്മ ഇടിയപ്പമാണ് മേടിച്ചത്. ഞാനും ഫ്രൈ റൈസ് അല്ല
ഓ സോറി നൂഡിൽസ് ആണ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഏട്ടൻ പൊറോട്ടയും താറാവ് ഡക്ക് മപ്പാസും, അത് കഴിഞ്ഞ് ഞാനും ഗ്രേവി അത് തന്നെയാണ് എടുത്തത്. അമ്മ പിന്നെ പൊറോട്ടയും പിന്നെ ചിക്കൻ റോസ്റ്റും ആണ് മേടിച്ചത്. ഗൈസ് നമ്മുടെ ഈ ഫാമിലിയിൽ ആരും മേടിച്ചില്ല ഗൈസ് ഫ്രൈഡ് റൈസ്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാം മിക്സ് ചെയ്താണ് കഴിച്ചത്. എല്ലാത്തിൽ നിന്നും മിക്സ് ചെയ്ത് കഴിക്കും. ഇപ്പോഴും എൻ്റെ വയറ് ശരിയായിട്ടില്ല. എൻ്റെ വയറ്റിൻ്റെ അസുഖത്തിന് വേണ്ടിയാണ് ഞാൻ നാട്ടിലിപ്പം വന്നത്. എന്നിട്ടും വയറ് ശരിയാവാതിരുന്നിട്ടും ഫുഡ് കഴിപ്പിന് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അതേപോലെയുള്ള ഫുഡുകൾ തന്നെയാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹണിയുടെ ന്യൂഡിൽസ് ആയിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം അടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു വെരി മച്ച് ഗായ്സ്, താങ്ക് യു വെരി മച്ച്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.